ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആന്റി ടാർണിഷ് ജ്വല്ലറിയിലെ ബാംഗിൾസ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള കുറേ ബാംഗിൾസ് ഉണ്ട്. ഇത്രയും മോഡൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെല്ലാം ആന്റി ടാർണിഷ് ജ്വല്ലറിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 18K യെല്ലോ ഗോൾഡും റോസ് ഗോൾഡും പ്ലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഡെയിലി യൂസിന് നല്ലൊരു ജ്വല്ലറിയാണിത്. ഇപ്പോൾ 1 ഇയർ വരെയൊക്കെ നമുക്കിത് കളർ പോകാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ജ്വല്ലറി എന്ന് പറയുന്നത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. നമുക്ക് അലർജിക് റിയാക്ഷൻ ഒന്നും ഉണ്ടാവുകയില്ല. റോൾഡ് ഗോൾഡ് പോലെ കളർ പോവുകയോ പെട്ടെന്ന് കളർ പോവുകയോ ക്ലാവ് പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിന് നല്ലൊരു ഓപ്ഷനാണ് ആന്റി ടാർണിഷ് ജ്വല്ലറി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓപ്പൺ ബാംഗിൾസ് ഉണ്ട്, ക്ലിപ്പ് ബാംഗിൾസ് ഉണ്ട്, പ്ലെയിൻ ബാംഗിൾസ് ഉണ്ട്. ഇത്രയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു 2.8 സൈസ് വളകൾ യൂസ് ചെയ്യുന്നവർക്ക് വരെ ഇത് സ്യൂട്ടബിൾ ആണ്. പക്ഷേ ചിലർക്ക് കൈയുടെ റിസ്റ്റിന് വണ്ണം കൂടുതൽ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാരണം ഒരു 1-2 കസ്റ്റമർ ഇത് വാങ്ങിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് റിസ്റ്റിൻ്റെ അവിടെ കൊണ്ട് ടൈറ്റ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 2.6 വള യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ചിലർക്ക് റിസ്റ്റിൻ്റെ ഈ ഭാഗം കൊണ്ട് കുറച്ച് വണ്ണം കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിച്ച് വാങ്ങുക. കാരണം നമ്മുടെ കയ്യിൽ മാക്സിമം ഇത്രയും സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഡൗട്ടുള്ളവർ അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വാങ്ങുക കേട്ടോ. അപ്പം നോർമലി ഇപ്പം ഞാൻ 2.8 സൈസ് വള യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ വള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ റിസ്റ്റിന് ഇത് ലൂസാണ്, ഇങ്ങനെ ടൈറ്റായിട്ടൊന്നും കിടക്കത്തില്ല, ഇതുപോലെ കിടക്കും. പക്ഷേ ചിലർക്ക് റിസ്റ്റിന് വണ്ണം കൂടുതലാണെങ്കിൽ ഈ ഒരു ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന പോലെ ഇത്രയും ടൈറ്റ് ആയിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ കൈയുടെ വണ്ണം എങ്ങനെയാണെന്ന് നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇതുകൂട്ട് ബാംഗിൾസ് വാങ്ങുക. അപ്പം നിങ്ങൾ വള വാങ്ങിയിട്ട് ടൈറ്റാണ് മാറി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇതിലും വലിയ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് മാറി തരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ചിലർക്കെങ്കിലും അങ്ങനെ ഒരു കൈക്ക് വണ്ണം കൂടുതൽ വരുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം. ഇപ്പം നോർമൽ കേസിലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുമല്ലോ, വളയുടെ വലുപ്പവും എൻ്റെ കൈയുടെ വലുപ്പവും നിങ്ങളുടെ കൈയുടെ വലുപ്പവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വാങ്ങുക കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ആൻറ്റി ടാർണിഷാണ്, യെല്ലോ ഗോൾഡിൽ വരുന്നതാണ് ഇപ്പോൾ ആദ്യം കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് മോഡല്. ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ ഇത്രയും ലൂസായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കയ്യിൽ ഇട്ട് കാണിക്കുന്നത്, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി. ഇത് അടുത്ത മോഡല്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വള വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ഇടുക. ഇത് അടുത്ത മോഡല്. ഇത് അടുത്ത മോഡല്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ട് പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അധികം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോകും. അതുപോലെ തന്നെ ചിലർ പ്രോഡക്റ്റ് കണ്ടേച്ച് ഇത് വേണം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേ നമ്പറും ഒക്കെ മേടിച്ചേച്ച് പോകും. പിന്നെ അവർ ആ വഴിക്ക് കാണുമല്ല. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാകും. കാരണം പിന്നീട് കസ്റ്റമർ ചോദിക്കുമ്പോൾ നമുക്കത് കൊടുക്കണോ വേണ്ടയോ അതോ ഇവർക്ക് വേണ്ടി മാറ്റി വെക്കണോ എന്നുള്ള ആ കൺഫ്യൂഷൻ ആകും. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പ്രോഡക്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് വേണ്ടാന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് ഇടുക. അതിനെനിക്ക് ഒരു കുഴപ്പവും ഇല്ല. വേണം എന്നുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് നടത്തി നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് അടുത്ത മോഡല്. അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം 450 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതെല്ലാം നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇൻ കേരള എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് വന്നേച്ച് പേയ്മെൻറ്റ് ഇടട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് വിഷമമാവും. അയ്യോ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ നമുക്ക് ഒരേ മോഡൽ തന്നെ ചിലപ്പോൾ 5-6 പീസൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പം ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടെന്ന് പറയും. പക്ഷേ ആദ്യം പേയ്മെൻറ്റ് തരുന്ന 5 അല്ലെങ്കിൽ 6 പേർക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ന്യായം. അപ്പോൾ അത് കഴിഞ്ഞേച്ച് പിന്നെ നിങ്ങൾ പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓരോ മോഡലും നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, എൻ്റെ കയ്യിലിട്ട് കഴിയുമ്പോൾ ഉള്ള ആ ഒരു വലിപ്പവും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ഓർഡർ തരാൻ. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ഇത് മൂവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ കയ്യിൽ ഇത് ലൂസാണോ ടൈറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നിങ്ങളുടെ കൈയുടെ വണ്ണവുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുക. കാരണം പ്രോഡക്റ്റ് വാങ്ങി കയ്യിലിട്ടിട്ട് നിങ്ങളിങ്ങനെ ടൈറ്റാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും ഒരു വിഷമമാണ്.
ഇതൊക്കെ 450 ആണ് വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ യെല്ലോ ഗോൾഡിൽ വരുന്ന ലാസ്റ്റ് മോഡലാണിത്. അപ്പോൾ ഇപ്പോൾ കാണിച്ച ഈ യെല്ലോ ഗോൾഡിൽ വരുന്ന ആൻറ്റി ടാർണിഷ് ഓപ്പൺ ബാംഗിൾസ് എല്ലാം 450 രൂപയാണ് വില. എല്ലാം ഇൻ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക. ഇനി നമുക്ക് റോസ് ഗോൾഡിലുള്ള 2 മോഡൽസാണ് ഇപ്രാവശ്യം സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ സെൻറ്ററിൽ പേൾസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വില വരുന്നത് 490 രൂപ ഫ്രീ ഷിപ്പിംഗ്. ഇത് അടുത്ത റോസ് ഗോൾഡ്. ഇത് ഇത്തിരി ലൂസ് കൂടുതലുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഞാനിങ്ങനെ മൂവ് ചെയ്ത് കാണിക്കുമ്പോൾ. ഇതിൻ്റെ വിലയും 490 രൂപയാണ് ഫ്രീ ഷിപ്പിംഗ്. ഇനി നമുക്ക് ക്ലിപ്പ് ബാംഗിൾസ് ഉണ്ട്. അപ്പോൾ ക്ലിപ്പ് ബാംഗിൾസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വണ്ണം കൂടിയിട്ടുള്ളവർ, കൈക്ക് വണ്ണം കൂടുതലുള്ളവർ ക്ലിപ്പ് ബാംഗിൾസ് എടുക്കരുത്. കാരണം ഓപ്പൺ ബാംഗിൾസ് പോലെയല്ല. ക്ലിപ്പ് ബാംഗിൾസ് നമ്മളങ്ങ് ക്ലിപ്പ് ചെയ്തിടുമ്പോഴത്തേക്കും കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ കിടക്കത്തുള്ളൂ. അപ്പോൾ വണ്ണം ഉള്ളവർ കൈ അനക്കുമ്പോൾ ചിലപ്പോൾ ക്ലിപ്പ് വിട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്ട്രാപ്പ് വാച്ച് ഒക്കെ കെട്ടുന്ന പോലെ നല്ല ടൈറ്റായിട്ട് വള കിടക്കുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ളവർ ക്ലിപ്പ് ബാംഗിൾസ് വാങ്ങാവുള്ളൂ, കൈക്ക് വണ്ണം ഉള്ളവർ. ഇപ്പോൾ യെല്ലോ ഗോൾഡിലാണ് ക്ലിപ്പ് ബാംഗിൾസ് വന്നിരിക്കുന്നത്. ഇതൊരു ഡിസൈൻ ഇതുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ ഇത് ഇത്രയും ഒരു ചെറിയ ലൂസേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 രൂപയാണ് ഫ്രീ ഷിപ്പിംഗ്. പിന്നെ അടുത്തൊരു മോഡല്, ഇത് അടുത്ത മോഡൽ. ഇതിന് 550 രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പം ഇങ്ങനെ ടൈറ്റായിട്ട് കിടക്കുന്ന ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് വാങ്ങാവുള്ളൂ, കൈക്ക് വണ്ണമുള്ളവർ കേട്ടോ. പിന്നെ നമുക്ക് 450 റേഞ്ചിൽ വരുന്ന ഒരു ക്ലിപ്പ് ബാംഗിൾസും കൂടെ അവൈലബിൾ ആണ്. ഇതുപോലെ മൾട്ടി ക്രിസ്റ്റൽ കളർ വന്നിരിക്കുന്നത്. അപ്പം ഇത് ചെറിയ കൈയുള്ളവർക്കാണ് പാകമാകത്തുള്ളൂ. ഇതിൻ്റെ 450 ഫ്രീ ഷിപ്പിംഗ്. പിന്നെ നമുക്ക് ബാംഗിൾസ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ടൈപ്പ് 6 മോഡലിലുള്ള റൗണ്ട് ബാംഗിൾസ് അവൈലബിൾ ആണ്. ഇത് 2.4, 2.5, 2.6 ആ 3 അളവുകാർക്ക് ഇത് പാകമാണ്. 2.8 കയ്യിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ എൻ്റെ 2.8 ആണ്. അപ്പോൾ കണ്ടോ, ഇത് ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടി വേണം ഈ വള ഇടാനും ഊരാനും ഒക്കെ ആയിട്ട്. വല്ല പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടേച്ച് വേണമെങ്കിൽ ഇടാം, എന്നാലും അവർക്ക് വലത് കയ്യിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2.4, 5, 6കാർക്ക് ഇത് സ്യൂട്ടായിരിക്കും. 2.4 ഇത്തിരി ലൂസായിരിക്കും. 2.5, 6കാർക്ക് ഇത് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരെണ്ണത്തിന് 590 രൂപയാണ്. ഇതിപ്പോൾ അത്രയും റേറ്റ് കൂടാൻ കാരണം യുണീക്ക് ഡിസൈനാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും റേറ്റ് വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഇതുപോലെ 3 എണ്ണം കോർത്ത് വരുന്ന ഒരെണ്ണമാണ്. ഇത് 2.6കാർക്കാണ് സ്യൂട്ടബിൾ. 2.8കാർക്ക് ഇത് കയ്യിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ 3ഉം കൂടെ ഇങ്ങനെ ഹാങ് ചെയ്താണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 650 രൂപയാണ്. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ബാംഗിൾസ് ആണ് ഇന്ന് നമുക്കിപ്പം സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളുക. അപ്പോൾ വളയുടെ അളവിൻ്റെ കാര്യം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ്. അപ്പോൾ നിങ്ങളത് ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ എടുത്ത് കൈക്ക് ചേരുന്നില്ല, മാറി തരാമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അത് വലിയ വിഷമമാകും. കാരണം എൻ്റെ കയ്യിൽ ഇനി ഇതിലും വലിയ ബാംഗിൾസ് അവൈലബിൾ അല്ല മാറി തരാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങളുടെ കൈയുടെ അളവും ഞാൻ ഇട്ട് കാണിച്ചതും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് മാത്രം ബാംഗിൾസ് വാങ്ങുക കേട്ടോ. അപ്പോൾ വേറെ കുറേ പ്രോഡക്ട്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ